സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിച്ചതിന് ശേഷം സ്മാർട്ട് ഫോൺ അല്ലാതെ ഇലക്ട്രോണിക്സ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഐഹബിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സൽമാനെ, പിന്നെ ഞാൻ നസീൻ്റെ അടുത്ത് പോയിരുന്നു, അവൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നു. ഐഫോണിലൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നുണ്ട്. നീ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്? ഞാനിവിടെ സ്മാർട്ട് ഫോണാണ് ഇതിനായിട്ട് വന്നത്. ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന എല്ലാ ഡിവൈസുകളും എന്ന് വെച്ചാൽ സ്പീക്കർ, ഡ്രോണ്, ഗോപ്രോ. ഡ്രോണാണ് ഇരിക്കുന്നല്ലോ. അത് ഡ്രോണാണ്. ഓക്കെ. അത് മദർ ബോർഡ് കംപ്ലൈന്റ് ആയിരുന്നു, ഇപ്പൊ ശരിയായിട്ടുണ്ട്. ശരിയായി, പറക്കോ? പറപ്പിക്കൂലേ? ഓക്കെ. മൊബൈൽ ഫോണിന്റെ കോഴ്സാണ് നീ പഠിക്കാൻ വന്നത്. എന്നിട്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും? ഈ ഇപ്പോൾ ഗോപ്രോ ഉണ്ട്, ഡ്രോണ്, ഫോണ്, ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസ് മൊത്തം നിന്റെ മുന്നിലിരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയണം? ഇവിടെ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നതിൽ ഫസ്റ്റത്തെ ഇലക്ട്രോണിക്സ് ആണ്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയ. അത് ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മൊബൈൽ ഫോണിനകത്തുള്ള കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്തൊക്കെ വരുന്നത്? ഏറെക്കുറെ സെയിം തന്നെയാണല്ലോ. പിന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ചെയ്യാവുന്നതാണ്. നീ തൃശ്ശൂരല്ല സ്ഥലം? തൃശ്ശൂർ ചാവക്കാട്. തൃശ്ശൂർ ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നീ ഐഹബ് ചൂസ് ചെയ്തത്? ഐഹബ് ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു, അവിടെയൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഐഹബിക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ കയറി വരുന്നവർ തന്നെ ഫുൾ സർവീസ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫുൾ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഫുൾ കോൺഫിഡൻസ് ആണ്. 6 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ട്രെയിനിങ് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് കേരളം വിട്ടു പോകണമെന്ന് നിർബന്ധമുണ്ടോ? കേരളം വിട്ടുപോവുക അതിലുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സർവീസ് സെന്ററിൽ നിന്നിട്ട് അവിടെ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ അവരുടെ കീഴിൽ നിന്നിട്ട് ട്രെയിനിങ്ങിലാണ് കാര്യം. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പോയവരൊക്കെ ഉണ്ട്, അവർ പറയണത് വെച്ചേക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം കിട്ടുന്നതിലാണ് മെയിൻ ബെറ്റർ. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇപ്പോൾ ഷീദ് സാറ് ആളൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്. ഷീതേട്ടൻ ഓക്കെ. ഇവിടെ ഇപ്പോൾ വീഡിയോ എടുക്കണോണ്ടാണോ ഇത് ഇങ്ങനെ? ഒരിക്കലല്ല, അത് എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ ഞാൻ പറഞ്ഞു പറയിക്കാന്ന് പറയുന്നത്. അതൊന്നുമില്ല.